Watch India's largest kids library only on Jio Hotstar. Download the app now. മോട്ടുപത്ലു കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഹിമാലയം വരെ ഒന്ന് പോകുക. അതുകൊണ്ട് എന്റെ ഈ ബാഗ് ഒന്ന് നോക്കാൻ പറ്റുമോ? താങ്ക് യു. നീ വളരെ സത്യസന്ധനാ ബോട്ട്. നിന്നെ മാത്രം എനിക്ക് വിശ്വാസമുള്ളൂ. അതുകൊണ്ട് ജോൺ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഓക്കേ. എന്റെ മോട്ടു, നീ എന്തായി ചെയ്തത്? ഒരുപക്ഷെ അവൻ മോഷ്ടിച്ച സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിലോ? ഏയ് മോട്ടു, ഫുർഫുറ ബാങ്കിൽ നിന്ന് മോഷണം നടന്നിട്ടുണ്ട്. കള്ളൻ ഒരു കറുത്ത ബാഗിലാണ് പണം മോഷ്ടിച്ച് കൊണ്ടുപോയിരിക്കുന്നത്. ഈ ബാഗ് അതുപോലെ തന്നെ ഉണ്ട്. എന്റെ അമ്മോ, ഇത് അതേ ബാഗ് തന്നെ ആണല്ലോ. മോട്ടു, യു ആർ അണ്ടർ അറസ്റ്റ്. ബാങ്കിൽ നിന്ന് പണം മോഷ്ടിച്ചതിന്. ചിങ്കം സർ, എന്റെ കയ്യിൽ ബാഗ് ഉണ്ടെങ്കിൽ ഞാൻ കള്ളനാണെന്നാണോ? നിയമത്തിന് ആവശ്യം തെളിവുകളാണ്. ബാഗ് ഇപ്പൊ നിന്റെ കയ്യിലാണല്ലോ ഉള്ളത്. അപ്പൊ നീ തന്നെയാണ് ആ കള്ളൻ. ചിങ്കം സാറേ, ഒരു മിനിറ്റ്. ദേ, ഈ ബാഗ് ഒന്ന് ക്യാച്ച് ചെയ്യ. അങ്ങനെ തന്നെ. ഇപ്പൊ കണ്ടില്ലേ, ബാഗ് നിങ്ങളുടെ കയ്യിലാ ഉള്ളത്. കോൺസ്റ്റബിൾ അവരെ അറസ്റ്റ് ചെയ്യൂ, എന്നിട്ട് ജയിലിൽ അടയ്ക്കൂ. തെറ്റ് ആര് ചെയ്താലും ഒന്ന് തന്നെയാ. എന്റെ അമ്മോ, ഇത് എന്തൊരു നിയമമാണ്. ഇൻസ്പെക്ടർ തന്നെ കള്ളനാക്കിയല്ലോ. യു ടേക്ക് മീ ടു ജയിൽ കോൺസ്റ്റബിൾ. സാർ, നിങ്ങൾക്ക് കള്ളനാൻ പറ്റൂല. നോ, നെവർ. ചിങ്കം സർ, നിങ്ങൾ എന്റെ കൂടെ വരൂ. ചിങ്കം സർ, കള്ളന്റെ ആ ജോൺ ആണ്. അവനാണ് എന്റെ കയ്യിൽ ആ ബാഗ് തന്നത്. ജോൺ, നീ ചെളിയിൽ കുളിച്ചു കിടക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഞാൻ അങ്ങനെ പിന്തിരിയുന്നെന്ന് വിചാരിക്കണ്ട. ഇതിനെല്ലാം ചേർത്ത് ഞാൻ കണക്ക് തീർക്കും. നിങ്ങൾ ജോണിനോടെ കളിക്കുന്നേ, അത് മറക്കണ്ട. കണക്ക് ചോദിക്കുന്നു പറഞ്ഞാൽ കണക്ക് ചോദിച്ചിരിക്കും. എന്നെ അടിച്ചവൻ ചെളിയിലിട്ടു. ഇതിനൊക്കെ ജോൺ കണക്ക് ചോദിച്ചില്ലെങ്കിൽ പിന്നെ ജോണായിട്ട് എന്തിനാ ജീവിക്കുന്നത്? എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരപകടകരമായ ഐഡിയ തോന്നുന്നുണ്ട്. ബോസ്, നിങ്ങളുടെ ചെകുത്താൻ തലയില് കൊടുങ്കാറ്റ് ബുദ്ധിയാ. അതിൽ കൂടെ എന്നും നിങ്ങൾ തന്നെ പറന്നു പോകുന്നേ. മോട്ടും പത്തിലും ഒന്നും സംഭവിക്കുന്നില്ല. മിണ്ടായിരിക്കണ. ഞാൻ എന്താണ് പറഞ്ഞത് അത് മാത്രം ചെയ്താൽ മതി. മോട്ടുപത്ലു, നിങ്ങൾ രണ്ടാളും എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യേണ്ടതായിരുന്നു. ജോണിനെ പിടിക്കാൻ നിങ്ങൾ കേമന്മാരാണ്. ചികിത്സാരെ, ഞങ്ങളുടെ ബോസിന് ബിഗ് ഡൗൺ എടുത്തോണ്ട് പോയി. ബോസിനെ ഒന്ന് രക്ഷപ്പെടുത്തോ ചികിത്സാ. ഞാൻ എന്തിന് ജോണിനെ സഹായിക്കണം? അവൻ ആരാണ് എന്റെ? സാറേ, ഡോണിനെ പോലുള്ളവർ ഇവിടെ ഉള്ളതുകൊണ്ടാ നിങ്ങൾക്കൊക്കെ ശമ്പളം കിട്ടുന്നേ. കള്ളന്മാരൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒന്നും ആവശ്യവും വേടിയില്ലല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ജോലിയും നഷ്ടമാകും. ഞങ്ങള് കള്ളന്മാര് കാരണമാ നിങ്ങളൊക്കെ കഞ്ഞി കുടിച്ചു പോകുന്നത്. എന്റെ അമ്മോ, ഈ ഒരു പോയിന്റ് ഞാൻ ആലോചിച്ചതേ ഇല്ല. ജോൺ എന്റെ കണ്ണിൽ ഒരു VIP ആണ്. അവനാണ് എന്നെ ജോലി നിലനിർത്തുന്നത്. വന്നേ, നമുക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ. കോൺസ്റ്റബിൾ, സ്റ്റേഷന്റെ കാര്യം നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. മനസ്സിലായോ? സാർ, ഈ ജീപ്പ് ഇവിടെ തന്നെ ഇട്ടേക്കൂ. അങ്ങോട്ടേക്കുള്ള വഴി മഹാമോശമാ. നമുക്ക് ഇവിടുന്ന് ഓടിക്കൊണ്ടു പോകാം. ബോസിനെ ഡോൺ അവിടേക്കാ കൊണ്ടുപോയിരിക്കുന്നത്. on your mark, get set, go. ചിങ്കം സാറേ, മോട്ടു ഇങ്ങോട്ട് വരരുത്. ഇവിടെ ചെളിക്കുണ്ടാണ്. അവിടെ നിൽക്കൂ. പത്തിലോ, നീ ഇളകരുത്. ഇളകും തോറും കൂടുതൽ താഴോട്ടേക്കായിരിക്കും നീ പോവുക. ഞാൻ വല്ല കയറും കിട്ടുമോ നോക്കട്ടെ. കയറ് ജീപ്പിനകത്ത് കാണും. ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. എന്റെ അമ്മോ,
അവന്മാരെന്റെ ജീപ്പ് അടിച്ചോണ്ട് കൊണ്ടുപോയി. ചിങ്കം സാറേ, ഇതൊക്കെ ആ ജോണിന്റെ ചതിയാണ്. നമ്മളെങ്ങനെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാ ഇതെല്ലാം. മോട്ടു, എന്തെങ്കിലും ഒന്ന് ചെയ്യ വേഗം. എങ്ങനെയുണ്ട് ബോട്ട്? ജോൺ, ഞാൻ നിന്നെ വെറുതെ വിടൂല. ഞങ്ങളെ മനഃപൂർവ്വം ഇങ്ങോട്ട് വരുത്തി നീ കുടുക്കി കളഞ്ഞതല്ലേ? നീ എന്നെ ചെളിയിൽ തള്ളിയിട്ടല്ലേ? അതുകൊണ്ട് എന്റെ വക ഒരു ചെറിയ പണി ഇരിക്കട്ടെ. ഇപ്പൊ നമ്മള് തുല്യം. ഇന്ന് 10 രൂപന്റെ കാര്യത്തിലൂടെ തീരുമാനമായിക്കൊള്ളും. ആർക്കുപരി അവരെ രക്ഷിക്കാൻ കഴിയുകയില്ല. ഇനി ആരെങ്കിലും അങ്ങനെ ശ്രമിച്ചാൽ അവനും മണ്ണിലടിയിലാകും. അതൊരു യാതൊരു സംശയവും വേണ്ട. എന്തൊക്കെയായാലും ബോട്ട് ഉരുട്ടും 10 മിനിറ്റും നല്ലൊരു പണിയായത്. ഞാൻ എന്റെ കൂട്ടുകാരന് ഒന്നും സംഭവിക്കാൻ അനുവദിക്കില്ല. ഞാനൊരു കയറ് കിട്ടുമെന്ന് നോക്കട്ടെ. എന്റെ മോട്ടു, നീ ആ താഴെ കിടക്കുന്ന ഇല കുരങ്ങന്റെ മേലേക്ക് വലിച്ചെറിയേ. അപ്പൊ അവര് തെങ്ങിന്റെ മേലെയുള്ള ഓലയെല്ലാം നിന്റെ അടുത്തേക്ക് വലിച്ചെറിയും. നമ്മൾ ചെയ്യുന്നതൊക്കെ അവരും ചെയ്യുന്ന അറിയില്ലേ? ഹേയ് മങ്കീസ്, ഞാൻ നിങ്ങളുടെ നേർക്ക് ഇലകൾ എറിഞ്ഞില്ലേ? അതുപോലെ നിങ്ങൾ ആ തെങ്ങിന്റെ ഓലകൾ ഇങ്ങോട്ട് എറിയോ? എന്റെ പത്തിലു നല്ല ഐഡിയ ആണ് നമ്മൾ കൊടുത്തത്. ഇവര് ചിങ്കം സാറിന്റെ ബന്ധുക്കാരാണോ? ബോട്ടു, കയറ് കിട്ടി. നല്ല വലിപ്പുണ്ട്. നല്ല 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 വലിപ്പുണ്ട്. ചിങ്കം സാർ, പാമ്പ്. എന്റെ അമ്മോ! പാമ്പ്! വേണ്ട. അതെ, ഈ മകുടി വായിച്ച് അതിനെ തടഞ്ഞു നിർത്തൂ. എന്റെ മോട്ടു, പാമ്പിനോടുള്ള കളിയൊക്കെ പിന്നെ കളിച്ചോളാം. എന്നെ വേഗം രക്ഷിക്കുക, അല്ലെങ്കിൽ എന്റെ വിക്കറ്റ് പോകും. പത്തുലു, ആ കുട്ടിയെടുത്ത് നിന്റെ ചുമലിലോട്ട് പോയി. ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇങ്ങോട്ട് വാ, നീ ഇവിടെ ഇരുന്നോ. എന്റെ മോട്ടു, നീ എന്ത് പണിയായി ചെയ്തത്? എന്റെ കൂടെ ചേർന്ന് നിന്റെ വിക്കറ്റും പോവാൻ പോവാ. എന്റെ പത്തുലു, നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാ ജീവിക്കും? പിന്നെ മോട്ടു പത്തുലു ഒരു ജോഡി എവിടെ പോയാലും ഒന്നിച്ചേ പോകാൻ പാടുള്ളൂ. വരൂ, നമുക്കിനി ആ കൊച്ചിനെ രക്ഷിക്കാം. എടാ കൊച്ചനെ, അവിടുന്ന് എടുത്തു ചാടി എന്റെ ദേഹത്തോട്ട് വാ. സബാഷ്. ഇവര് രണ്ടുപേരും എന്റെ നല്ല മനുഷ്യരാ. എത്ര നല്ല സുഹൃത്തും കൂടെയാ. അല്ല, നിങ്ങൾ എന്തിനാ എല്ലാരും കരയുന്നേ? വാ, നമുക്ക് അവരെ രക്ഷപ്പെടുത്താം. നാഗരാജ്, മിണ്ടാണ്ടിരിക്കണോ? എന്താണോ അവിടെ കിടന്ന് ഡാൻസ് ചെയ്യണേ? ഇങ്ങോട്ട് വാ. ഇവര് നല്ല മനുഷ്യരാ. ഇവരെ നമുക്ക് രക്ഷപ്പെടുത്തണം. എന്റെ അമ്മോ, ഇത് എന്തൊരു അത്ഭുതമാണ്. നിക്ക്, ഞാനും വരുന്നുണ്ട്.
എന്റെ അമ്മോ, മോട്ടു പത്ലൂടെ എന്ത് നല്ലൊരു മനസ്സാണ്. അതുകൊണ്ടാണല്ലോ കൊരങ്ങന്മാര് വരെ അവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇതാ ഞാൻ വരുന്നു നിങ്ങളെ രക്ഷിക്കാൻ. ഇതാ എത്തി. ചിങ്കം സാറേ, ഇവര് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നോക്കുക, അല്ലാതെ ഉപദ്രവിക്കല്ല. പാമ്പിന്റെ വാലിൽ പിടിച്ച് വേഗം വലിക്ക. എന്റെ അമ്മോ, ഞാനിത് ചിന്തിച്ചു പോലില്ല. എന്റെ അമ്മോ. ഇല്ല, നിങ്ങൾ ബോട്ടുവിനെയും പത്രുവിനെയും രക്ഷിക്കാൻ പാടില്ല. വേഗം സ്ഥലം വിട്. വേഗം ചെല്ല്. പോവാനല്ലേ പറഞ്ഞത്? താങ്ക് യു കൂട്ടുകാരെ, ഒരുപാട് നന്ദിയുണ്ട്. ഈ ജോൺ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതെ കൂട്ടുകാരെ, ഈ വെട്ടി എംബോക്കികൾക്ക് നമ്മൾ ഒരു പാഠം പഠിപ്പിക്കണം. വേണ്ട, അങ്ങനെ കുരങ്ങൻ ഇടിയും മേടിക്കേണ്ടി വന്നു. വേണ്ട, പോടാ കുരങ്ങ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് ഫിലോസിക്കൽ കവിതയാ പറഞ്ഞത്. കവിതയുള്ളൊരു വണ്ണം കണ്ടില്ല. തിരിഞ്ഞു നോക്കാതെ ഓടറാ. വീണ്ടും കുരങ്ങൻ എന്നെ വിട്. Watch India's largest kids library only on Geo Hotstar. Download the app now.